എന്ത് എന്ത് ഒച്ചെടുക്കണ അറിയാൻ കേട്ടോ ഫ്രണ്ട്സ്, എ സി ഇടാനാണെന്ന്. എന്നാലും ഞാൻ എൻ്റെ എക്സ്പ്രഷൻ കേൾക്കാൻ വേണ്ടിയാണ്. എന്നുമാ ഓ ഓ എന്തായി ഒച്ചെടുക്കുന്നത് എന്തിനാണ്? ഓ ഓ ഓ ഓ ഓ ഒച്ചെടുക്കണ യേശു വേണോ? എന്നെ ബാ. എനിക്കറിയാം കേട്ടോ ഫ്രണ്ട്സ്, ഇവൻ എടുക്കുന്ന ഒച്ച എന്തിനാണെന്ന്. എ സിക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ആ ഒച്ച എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാ കേട്ടോ. ഈ വാതിലൊക്കെ അടക്കട്ടെ ഇട്ട് ഇന്നിത്തിരി വെയിലുള്ളതുകൊണ്ട് തുറന്നിട്ട് അത് വാതിലൊക്കെ അടച്ചതാ. അമ്മ ജനലൊക്കെ തുറന്നിട്ടല്ലേ, അതാണ്. എപ്പോഴും അടച്ചിട്ട് കഴിഞ്ഞിരുന്നാലേ എല്ലാം കരഞ്ഞ് സാധിപ്പിക്കും. നമ്മളെ കരഞ്ഞ് സാധിപ്പിക്കും. കണ്ടോ, അവനെ കരഞ്ഞ് സാധിക്കണം. ഞാനേ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നേരെ ജനലൊക്കെ തുറന്നിടാമെന്ന് വിചാരിച്ചു. എപ്പോഴും അകത്തിങ്ങനെ മൂടിക്കെട്ടി കിടന്നു കഴിഞ്ഞ് എപ്പോഴും അടച്ചിട്ടിരുന്നാൽ ഇപ്പം എല്ലാവരും ജോലിക്ക് പോയപ്പോൾ ഇന്ന് ചേച്ചി ചേട്ടനും വരും കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടനൊക്കെ ജോലിക്ക് പോയപ്പോൾ ഞാൻ ഇത് ഇച്ചിരി വെയിൽ കണ്ടപ്പോഴേ, ഇന്നലെയൊക്കെ ആ മഴക്കാറും എപ്പോഴും എ സി ഇടുമ്പോൾ നമ്മളത് മൂടിക്കഴിച്ചപ്പോൾ എല്ലാ ജനലും കൂടെ ഒന്ന് തുറന്നൊക്കെ ഇട്ടതാണ്. എപ്പോഴും മൂടിക്കളഞ്ഞ് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചേട്ടാ. എനിക്കറിയാം ഇവൻ കരയുമ്പോൾ എന്തിനാണ്. ഇവന് ഉറക്കം ഇവന് ഉച്ചയ്ക്ക് നല്ല ഉറക്കമാണ്. 9 മണി രാത്രി കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കമാണ്. ഈ ഉറക്ക സമയത്ത് അവന് എ സി നിർബന്ധമായും വേണമെന്നാണ്. എ സിയിൽ കിടക്കൂല കേട്ടോ, മഴയത്തും വേണം ഉറക്കം വന്നു കഴിഞ്ഞാൽ. എനിക്കിത് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ പിന്നെയും നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാനിത് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ ആ കരച്ചിലും ഒച്ചയെടുക്കലും ഒക്കെ കേട്ടോ. അല്ലാതെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിന് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളും. കണ്ടില്ലേ, ഇതിനാണ് തട്ടിപ്പ്. കരഞ്ഞ് സാധിപ്പിച്ചു കളയും കേട്ടോ. ഒച്ചയെടുത്ത് കരഞ്ഞുമാണ് ഇപ്പം എല്ലാം സാധിക്കുന്നത്. ഒരു 5 മണിയാകുമ്പോൾ ചേട്ടനും ചേച്ചി അച്ഛയൊക്കെ വരുവട്ടോ. കണ്ടോ, ഇതിന് വേണ്ടിയാണ് പാവം. അപ്പം ഞാനിന്ന് ഇത്തിരി ഇവിടെയൊക്കെ അടുക്കൽ ഒതുക്കലൊക്കെ വേണ്ടി ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് റൂമൊക്കെ ഇച്ചിരി ഉജാല കയറട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇത് ഇടണമെങ്കിൽ പിന്നെ എല്ലാ ജനലും എല്ലാം അടക്കണമല്ലോ. കുറച്ച് നേരം ഇരിക്കട്ടെ ഇടാന്ന്. അപ്പം അവന് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരു നേരം ഇരിക്കൂല കേട്ടോ. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാണ്. കുഞ്ഞു കുട്ടികളെ പോലെ കേട്ടോ ഇവർ. ഉറക്കമൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികൾ ശാഠ്യം പിടിക്കൂലേ എന്ന് പറഞ്ഞ പോലെയാണ് ഉറക്കം വന്നാൽ ശാഠ്യം പിടിക്കുന്നത്.